Consider the statement P of n is that 1 plus 3 plus 3 square plus etc. plus 3 raised to n minus 1 equal to 3 raised to n minus 1 by 2. Show that P of n is true. Prove by principle of mathematical induction that P of n is true for all n belongs to n. നമുക്ക് ആൻസർ എഴുതുന്ന ആദ്യം P of n എന്ന് എടുത്തെഴുതാം. P of n 1 plus 3 plus 3 square plus etc. plus 3 raised to n minus 1 equal to 3 raised to n minus 1 by 2. അപ്പോൾ ഇതുപോലെ സീരീസ് ആയിട്ട് തരുന്ന, സീരീസ് മീൻസ് സം ഓഫ് ടേംസ് ആയിട്ട് തരുന്ന കേസിൽ നിങ്ങൾ പി ഓഫ് 1 എടുക്കുമ്പോൾ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ട് പി ഓഫ് 1 അല്ലേ വേണ്ടേ, ഫോർ n is equal to 1 പി ഓഫ് 1 എടുക്കുമ്പോൾ എൽ എച്ച് എസിൽ ഒരു ടേമേ എടുക്കാവുള്ളൂ. പി ഓഫ് 2 ആണ് എടുക്കാൻ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞെങ്കിൽ 2 ടേംസ് എടുക്കുക. പി ഓഫ് 3 ആണ് എടുക്കുന്നതെങ്കിൽ 3 ടേംസ് എടുക്കുക. അപ്പോൾ പി ഓഫ് 1 എടുക്കുമ്പോൾ ഒരു ടേമേ എടുക്കാവുള്ളൂ. പി ഓഫ് 1 എൽ എച്ച് എസ് എന്താണ്? എൽ എച്ച് എസ് ഈക്വൽ ടു 1. ഇനി ആർ എച്ച് എസ് എന്ത് വരും? ആർ എച്ച് എസ് ഈക്വൽ ടു, അപ്പോൾ ആർ എച്ച് എസിൽ ഈ തന്നിരിക്കുന്നതാണ് ആർ എച്ച് എസ്. അതിനകത്ത് എന്നിന് പകരം 1 കൊടുക്കുക. 3 raised to 1 minus 1 by 2 ഈക്വൽ ടു എന്ത് വരും? 3 raised to 1 എത്രയാണ്? 3 minus 1 by 2 ഈക്വൽ ടു 2 by 2 ഈക്വൽ ടു 1. ഇപ്പോൾ എൽ എച്ച് എസും ആർ എച്ച് എസും ഈക്വൽ ആണല്ലോ. എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് എസ്. ദെയർഫോർ പി ഓഫ് 1 ഈസ് ട്രൂ. ഇനി ഇത് നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയാണ് ഇത് നമുക്ക് 2 പാർട്ടായിട്ട് ചെയ്തത്. വേണമെങ്കിൽ ഒന്നിച്ച് വേണമെങ്കിലും എഴുതാം. 1 ഈക്വൽ ടു 3 raised to 1 minus 1 by 2 എന്ന് എൽ എച്ച് എസ് ആർ എച്ച് എസ് ഈക്വൽ ടു എഴുതാം. അപ്പോൾ അതിലും സൗകര്യം, നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടുന്നത് ഇത് നമുക്ക് 2 പാർട്ടായിട്ട് എഴുതുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പാർട്ട് ചെയ്യാൻ പോവുകയാണ്. രണ്ടാമത്തെ പാർട്ടിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ച് പി ഓഫ് എൻ ട്രൂ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം പി ഓഫ് 1 ട്രൂ ആണെന്ന് നമ്മൾ ഫസ്റ്റ് പാർട്ട് ചെയ്തു. അപ്പോൾ സെക്കൻഡ് പാർട്ട് ചെയ്യാനായിട്ട് അടുത്ത പേജ് ആയതുകൊണ്ട് ഇതിന് മുകളിൽ പി ഓഫ് എൻ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ സൗകര്യത്തിനായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അസ്യൂം ദാറ്റ് പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ എൻ ഈസ് ഈക്വൽ ടു കെ. അല്ലെങ്കിൽ നമുക്കതിങ്ങനെ ചുരുക്കി എഴുതാം. അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ. പി ഓഫ് കെ ഈസ് ട്രൂ. പി ഓഫ് കെ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ദാറ്റ് ഈസ് assume that P of K എന്താണ്? P of K 1 plus 3 plus 3 square plus etc. plus ഇവിടെ ലാസ്റ്റ് ടൈമിൽ എന്നിന് പകരം K കൊടുക്കുക. അപ്പോൾ 3 raised to K minus 1 എന്ന് വരും. അപ്പോൾ അവർക്ക് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ K ടേംസ് ഉണ്ട്. 3 വരുന്ന K minus 1 ടേംസ്, അത് 3യുടെ പവറിൽ നിന്ന് മനസ്സിലാവും. 3 raised to 1 3 raised to 2 അങ്ങനെ K minus 1 വരെ പവർ വരുന്നുണ്ടല്ലോ. അപ്പോൾ 3 വരുന്ന K minus 1 ടേംസും പിന്നെ അധികമായിട്ട് ഒരു ടേമും കൂടെ ഉണ്ട് 1 വരും. അപ്പോൾ K minus 1 plus 1 K ടേംസ് ഇവിടെ ഉണ്ടാവും. ഈക്വൽ ടു ആർ എച്ച് എസിൽ നമ്മൾ എന്നിന് പകരം K കൊടുക്കുക. 3 raised to K minus 1 by 2 ഈസ് ട്രൂ. അപ്പോൾ ഇത് ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് P of K plus 1 is true. P of K true ആണെങ്കിൽ P of K plus 1 true ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് വേണം? ദാറ്റ് ഈസ് ടു പ്രൂവ് ദാറ്റ്, എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? P of K plus 1. P of K plus 1 എങ്ങനെ വരും? 1 plus 3 plus 3 square plus etc. plus ഇപ്പോൾ പി ഓഫ് കെ പ്ലസ് 1 എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ വന്നിരുന്ന പി ഓഫ് കെ എഴുതിയതിൻ്റെ കൂടെ ഒരു ടേമും കൂടെ കൂട്ടണം. അതായത് 3 raised to K minus 1 വരെ പി ഓഫ് കെയിൽ വന്നു. പ്ലസ് ഒരു ടേമും കൂടെ, അടുത്ത ടേം എങ്ങനെ വരും? 3 raised to K plus 1 minus 1 ആണ് അടുത്ത ടൈം. കാരണം നോക്കുക, ലാസ്റ്റ് ടൈം എങ്ങനെ 3 raised to n minus 1 എന്നാണ്. K plus 1th ടേം ആകുമ്പം K plus 1 minus 1. ഇത് Kth ടേം ആയതുകൊണ്ടാണ്
3k-1 വന്നു. ഈക്വൽ ടു RHS എന്ത് ചെയ്യണം? RHSൽ എന്നിന് പകരം k+1 കൊടുക്കുക. ദാറ്റ് ഈസ് 3k+1 - 1/2. ദാറ്റ് ഈസ് ടു പ്രൂവ്. നമുക്ക് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് വെക്കാം. P(k+1) 1 + 3 + 3² plus etc. plus 3k-1 plus 3k+1 - 1. ഈ +1 -1 കൂടെ ക്യാൻസൽ ആവുമല്ലോ. 3k ഈക്വൽ ടു 3k+1 - 1/2. ഇനി നോക്ക്, ഇനി നമുക്ക് LHS എടുക്കാം. LHS ഈക്വൽ ടു 1 + 3 + 3² plus etc. plus 3k-1 plus 3k ഈക്വൽ ടു. അപ്പോൾ ഇത്രയും ഭാഗം നോക്കി 3k-1 വരെയുള്ളത് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. 1 + 3 + 3² plus etc. plus 3k-1. ഇത് ട്രൂ ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. ഈക്വൽ ടു 3k - 1/2. അപ്പോൾ നമുക്ക് ഈ സമ്മിന് പകരം എന്ത് കൊടുക്കാം? 3k - 1/2 കൊടുക്കാം. അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കാം? 3k - 1/2 പ്ലസ് 3k. അപ്പോൾ ഇത് എവിടെ നിന്നാണ് വന്നത്? ഇത് വന്നത് P(k) ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തേക്കല്ലേ, അതിൽ നിന്നാണ് നമ്മളിത് കൊടുത്തത്. ദെൻ ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. വിച്ച് ഈസ് ഈക്വൽ ടു, നോക്കുക, ഇത് കോമൺ ഡിനോമിനേറ്റർ ആക്കണമല്ലോ. അപ്പോൾ 3k - 1/2 പ്ലസ് 2 × 3k/2. അപ്പോൾ ഇതിനകത്ത് കോമൺ ആയിട്ട് എന്തുണ്ട്? 1/2 കോമൺ ആണ്. നമുക്ക് വേണ്ടത് 3k+1 - 1 എന്നാണ്. നമുക്ക് കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് 2 കൊടുക്കാം. 2 × 3k plus 2 × 3k - 1, അതായത് 3k വരുന്ന ടേംസ് അടുപ്പിച്ചെഴുതി. ഈക്വൽ ടു, ഇതിനകത്ത് രണ്ടിനകത്തും 3k കോമൺ ആണല്ലോ. അപ്പോൾ അതിങ്ങനെ എഴുതാം. 3k × ഇവിടെ 1 + 2 - 1/2 ഈക്വൽ ടു 3k × 1 + 2 എത്രയാണ്? 3k × 1 + 2 3 × 3 - 1/2. ഈ 3k ഒരു പ്രാവശ്യം കൂടെ 3 കൊണ്ട് ഗുണിച്ചാൽ ആകെ എത്ര പ്രാവശ്യം? 3kയുടെ അർത്ഥം k ടൈംസ് 3 റിപ്പീറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിന് ഒരു പ്രാവശ്യം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ഇവിടെ 3 കൊണ്ട്. എന്ത് കിട്ടും? 3k+1 കിട്ടും. -1/2 എന്നായി. ഇനി ഇതല്ലേ നമ്മുടെ RHS നമുക്ക് വേണ്ടത്. P(k+1) ഈക്വൽ ടു RHS. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ദെർഫോർ P(k+1) ഈസ് ട്രൂ. P(k+1) ട്രൂ ആയി കഴിഞ്ഞാൽ P(k) ട്രൂ ആണെങ്കിൽ P(k+1) ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഹെൻസ് ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ, P(n) is true for all n belongs to n. Okay? Using principle of mathematical induction, prove that 1/2 plus 1/4 plus 1/8 plus etc. plus 1/2n is equal to 1 minus 1/2n. Then നമ്മൾ ആദ്യം ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ P(n) എന്നെഴുതണം. ലെറ്റ് P(n) 1/2 plus 1/4 plus 1/8 plus etc. plus 1/2n ഈക്വൽ ടു 1 മൈനസ് 1/2n. ഇപ്പം സാധാരണ ഗതിയിൽ ക്വസ്റ്റ്യനിൽ P(n) ചിലപ്പോൾ തന്നിട്ടുണ്ടാവും. തന്നിട്ടില്ലെങ്കിൽ നമ്മളത് P(n) എന്നെഴുതുക. ഇനി മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് n 1 ആകുമ്പോൾ, അതായത് P(1) ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതായത് n 1 ആകുമ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫോർ n ഈക്വൽ ടു 1 P(1)
പി ഓഫ് വൺ അപ്പോൾ എന്ത് വരും? ഇവിടെ എന്നിന് 1 കൊടുക്കുമ്പോൾ ഇതിൻ്റെ അകത്തെ ജനറൽ ടേം എന്ന് പറയുന്നത് 1/2 ആണെന്നുള്ളത് ഓർക്കുക. ഇത് കണക്ക് സീരീസ് ആയിട്ട് തന്നിരിക്കുന്നതിൽ എന്നിന് 1 കൊടുക്കുമ്പോൾ നിങ്ങൾ LHSൽ ഫസ്റ്റ് ടേം മാത്രം എടുക്കുക. അപ്പോൾ 1/2 = RHSൽ എന്ത് വരും? RHSൽ ഈ n1/2 എന്നിന് പകരം 1 കൊടുക്കുക. 1 - 1/2 എന്നാണ് വരുന്നത്. അപ്പോൾ LHS എന്ത് വരും? ഇതിനകത്ത് LHS = 1/2, RHS = 1 - 1/2. 1/2 1/2, ദാറ്റ് ഈസ് 1/2 തന്നെ. അപ്പോൾ LHS RHS ഈക്വൽ ആണല്ലോ. Therefore LHS = RHS. Therefore P of 1 is true. അല്ലെങ്കിൽ നമുക്ക് പറയാം P of n is true for n = 1. അപ്പോൾ P of 1 ട്രൂ ആയി. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് n = kയ്ക്ക് P of n ട്രൂ ആണ്, ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അസ്യൂം that P of n is true for n = k. n = kയ്ക്ക് ഇത് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ദാറ്റ് ഈസ് അസ്യൂം ദാറ്റ് n = k ആകുമ്പോൾ നമ്മൾ P of k എന്നാണ് പറയുന്നത്. P of k അപ്പോൾ അത് നമുക്കൊന്ന് എഴുതി നോക്കാം. P of k എഴുതുമ്പം LHS നോക്കുക. 1/2 + 1/4 + 1/8 +, അങ്ങനെ പോകണം. 1/2 എന്ന് എഴുതുക. k ടേംസ് ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക. ദാറ്റ് ഈസ് 1/2 + 1/4 + 1/8 +, ലാസ്റ്റ് 1/2 വരും 1/2 എന്ന് എഴുതുക. അപ്പോൾ ഇത് k ടേംസ് ഉണ്ടാവും. അവർക്ക് ഇത് 1/2, ഇത് 1/2², 1/2³ ഒക്കെയാണ്. 2³ ആണല്ലോ. 1/2 ആണിത്. അങ്ങനെയാണ് പോകുന്നത്. ഈക്വൽ ടു RHS എന്താണ്? RHSൽ ഈ എന്നിന് പകരം 1 - 1/2 ആണല്ലോ. അതിനകത്ത് എന്നിന് പകരം k കൊടുക്കുക. 1 - 1/2 ഈസ് ട്രൂ. അപ്പോൾ ഇത് ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതായി. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് n = k+1 ആകുമ്പോൾ P of n ട്രൂ ആണെന്നാണ്. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് P of n is true for n = k+1. ഇനി k+1 ആകുമ്പോൾ P of n ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. ദാറ്റ് ഈസ് ടു പ്രൂവ് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? P of k+1 n k+1 ആകുമ്പോൾ നമുക്ക് P of k+1 എഴുതാം സ്റ്റേറ്റ്മെൻറ്റിന്. 1/2 + 1/4 + 1/8 +, അപ്പം ശരിക്കും വേണ്ടത് 1/2 k+1 എന്നാണ് വരേണ്ടത്. അതായത് എന്നിന് പകരം ഇവിടെ സ്റ്റേറ്റ്മെൻറ്റിൽ എന്നിന് പകരം k+1 കൊടുക്കുക. പക്ഷെ നമ്മൾ പ്രൂവ് ചെയ്യുന്നത് എപ്പോഴും ഈ സ്റ്റേറ്റ്മെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ്. P of k ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ടല്ലോ. അതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ P of k+1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സൗകര്യത്തിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ 1/2 എഴുതി. ഇപ്പോൾ P of k വരെ നമ്മൾ എഴുതി. അടുത്ത ടേം ആയിട്ട് k+1 1/2 k+1 എഴുതുക. ഇതാണ് P of k+1. അപ്പോൾ അതിന് P of kയും കൂടി ഉൾപ്പെടുത്തി വേണം നമ്മൾ എഴുതാൻ. P of k വരെ k ടേംസ് P of k+1 എന്ന് പറയുമ്പോൾ k+1 ടേമായിട്ട് 1/2 k+1 ഈക്വൽ ടു RHSൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിനകത്ത് എന്ത് കൊടുത്താൽ മതി? ഈ സ്റ്റേറ്റ്മെൻറ്റിലെ എന്നിന് പകരം k+1 കൊടുത്താൽ മതി. 1 - 1/2 k+1 ഈസ് ട്രൂ എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് LHS എടുക്കാം. LHS = 1/2 + 1/4 + 1/8 + 1/2 k + 1/2 k+1 ഈക്വൽ ടു. അപ്പോൾ ഇതിനകത്ത് ഇത്രയും ഭാഗം എന്തുണ്ട്? P of kയിൽ ഉൾപ്പെട്ടതാണ്. ഇത്രയും ഭാഗം 1/2 k വരെയുള്ളത്. നോക്കിയേ 1/2 k. അതിൻ്റെ വാല്യൂ 1 - 1/2 k ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിവിടെ ഉപയോഗിക്കാം.
1-1/2 എന്ന് കൊടുക്കുക ഇത്രയും ഭാഗത്തിന്. ഇതിങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇവിടെ 1/2 എഴുതി പ്ലസ് 1/2 എന്ന് അടുത്ത ടേം എഴുതിയത്. അപ്പോൾ ഇതിന് പകരം നമ്മൾ എന്ത് കൊടുക്കും? 1-1/2. അപ്പോൾ ഇത് നമുക്ക് സീരീസ് മീൻസ് സം ഓഫ് ടേംസ് ആയിട്ട് തന്നിരിക്കുന്ന ഇക്വേഷൻസിൽ നമ്മൾ ഇതേ രീതിയിൽ എടുക്കുക. പ്ലസ് ലാസ്റ്റ് ടേം 1/2 ഇനി നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ RHS 1-1/2 എന്നാണ് കിട്ടേണ്ടത്. അപ്പോൾ ഓൾറെഡി നമുക്കിവിടെ 1 വരെ കിട്ടി. ഇനി എന്താണ് 1/2 ഈ ബാക്കിയുള്ള രണ്ട് ടേംസിനെ സിംപ്ലിഫൈ ചെയ്ത് 1/2 ആക്കണം. 1-1/2 എന്നാണ് വേണ്ടത്. ഇത് ഈ ഭാഗം സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1-1/2 ആക്കണം. നമുക്ക് ദാറ്റ് ഈസ് 1 - ഇപ്പോൾ ഇതിനകത്ത് 1/2 ഉണ്ടല്ലോ ഈ രണ്ട് ടേമിലും. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം 1/2 1-1/2 പ്ലസ് 1 ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം 1/2 ഇൻറ്റു 2 എന്നാവുമല്ലോ. ഇപ്പോൾ 2 വീണ്ടും 2 കൊണ്ട് ഗുണിക്കുമ്പോൾ ഒരു പ്രാവശ്യം കൂടെ 2ൻ്റെ എണ്ണം കൂടും. മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന 2ൻ്റെ എണ്ണം ഒരു പ്രാവശ്യം കൂടെ കൂടി 2k+1 ആവും. വിച്ച് ഈസ് ഈക്വൽ ടു 1-1/2 പ്ലസ് 1/2 ഇൻറ്റു 1/2 എന്ന് നമുക്ക് എഴുതാം. 1/2 ഇൻറ്റു 1/2 വിച്ച് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇത് ഓർക്കുക, ഭിന്നസംഖ്യകൾ ഗുണിക്കുന്നത് എങ്ങനെയാണ്? ന്യൂമറേറ്റർ തമ്മിൽ ഗുണിക്കുന്നു, ഡിനോമിനേറ്റർ തമ്മിൽ ഗുണിക്കുമ്പോൾ ഇത് തന്നെ കിട്ടും നമുക്ക്. ഇനി ഈ രണ്ട് ടേംസിലും 1/2 കോമൺ ആണ്. അപ്പോൾ അത് നമുക്ക് എടുക്കാം. 1-1/2 ഇൻറ്റു -1/2 ആണ് ഇപ്പോൾ കോമൺ ആയിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ 1 വരും. ഗുണിച്ച് കഴിയുമ്പോൾ -1/2 കിട്ടും. ഇനി ഇവിടെ പ്ലസ് ആണ് ഇവിടെ വരേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എന്തെടുക്കണം? -1/2 എന്ന് എടുക്കണം. എന്നാലേ ഈ മൈനസും കൂടെ ഗുണിച്ച് കഴിയുമ്പം എന്ത് കിട്ടുള്ളൂ? പ്ലസ് 1/2 ഇൻറ്റു 1/2 എന്ന് കിട്ടുള്ളൂ. ഓർക്കുക, ഇതിൽ നിന്ന് നമുക്ക് ഇതിനോട് തുല്യമായി കിട്ടണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ബ്രാക്കറ്റിനകത്ത് മൈനസ് എടുക്കണം. എന്നാലേ ഈ മൈനസും കൂടെ പ്ലസ് ആയി കിട്ടുള്ളൂ. വിച്ച് ഈസ് ഈക്വൽ ടു 1-1/2 ഇൻറ്റു 1-1/2 എത്രയാണ്? 1/2 തന്നെ. 1/2 വിച്ച് ഈസ് ഈക്വൽ ടു 1-1/2 ഇൻറ്റു 2 എന്ന് വരും അല്ലേ? ഡിനോമിനേറ്റർ തമ്മിൽ ഗുണിക്കുക, ന്യൂമറേറ്റർ തമ്മിൽ ഗുണിക്കുക. വിച്ച് ഈസ് ഈക്വൽ ടു 1-1/2 അർത്ഥം എന്താണ്? k ടൈംസ് 2 ഗുണിച്ചിരിക്കുന്നു, അതിൻ്റെ കൂടെ ഒരു പ്രാവശ്യം കൂടെ കൂടും. അപ്പോൾ 2k+1 നമുക്കുള്ള RHS ആയില്ലേ? നോക്കി, 1-1/2 ഈക്വൽ ടു RHS. ഇപ്പോൾ LHS RHS ഈക്വൽ ആയതുകൊണ്ട് എന്താണ്? ദെർഫോർ P of k+1 ഈസ് ട്രൂ എന്ന് നമുക്ക് എഴുതാം. ട്രൂ. ദെർഫോർ ബൈ mathematical induction P of n is true for all n belongs to n. Consider the statement P of n such that 7n minus 3n is divisible by 4. First sub-question, verify the statement for n equal to 1. Then prove the statement by using the principle of mathematical induction. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. P of n എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? 7n minus 3n is divisible by 4. ഇപ്പോൾ ഈ പ്രൂഫ് നന്നായിട്ട് പഠിക്കണം, കാണാതെ പഠിച്ചിരിക്കണം. കാരണം ഇത് പലതവണ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് പ്രൂവ് ചെയ്യുന്ന നോക്കാം. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ്. ആദ്യം ഒന്ന് എഴുതാം. P of n such that 7n minus 3n is divisible by 4. ഇനി നമുക്ക് for n is equal to 1 P of 1 എന്താവും? 7 minus 3 7 minus 3 എത്രയാണ്? Which is equal to 7 minus 3 equal to 4. 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാമല്ലോ. is divisible by 4. Therefore
P of n is true for n equal to 1. അതായത് എ പാർട്ട് ഓക്കെ. ഇനി ബി പാർട്ട് നോക്കണം. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ്റെ പ്രൂഫിൻ്റെ സ്റ്റെപ്പുകൾ ഓർക്കുക. n ഈക്വൽ ടു കെ ആകുമ്പോൾ, അതായത് പി ഓഫ് കെ എന്ന സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ദെൻ n ഈക്വൽ ടു കെ പ്ലസ് 1, അതായത് പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ. ദാറ്റ് ഈസ് പി ഓഫ് കെ എന്താണ്? 7 raised to k minus 3 raised to k is divisible by 4. അതായത് 7 raised to k minus 3 raised to k 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെങ്കിൽ നമുക്കിങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് 7 raised to k minus 3 raised to k ഈക്വൽ ടു 4d എന്ന് എഴുതാം. 4ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും. 4നെ ഒരു നമ്പർ കൊണ്ട് ഗുണിച്ചാൽ 7 raised to k minus 3 raised to k എന്ന് കിട്ടും. വേർ d belongs to n. d is a natural number. ഇനി നമുക്ക് എന്ത് ചെയ്യണം? n k plus 1 ആകുമ്പോൾ, അതായത് p of k plus 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. We have to prove that p of k plus 1 is true. p of k plus 1 true ആണെന്ന് പ്രൂവ് ചെയ്യണം. That is, to prove that p of k plus 1 so that 7 raised to k plus 1 minus 3 raised to k plus 1 is divisible by 4. ഇത് 4 ആണ്. 7 raised to k plus 1 minus 3 raised to k plus 1 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് 7 raised to k plus 1 minus 3 raised to k plus 1 എടുക്കാം. 7 raised to k plus 1 minus 3 raised to k plus 1 ഈക്വൽ ടു, ഇനി ഇതിനകത്ത് നമുക്ക് ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്യാനായിട്ട് മറ്റൊരു എക്സ്പ്രഷൻ കൂടി ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടതുണ്ട്. അതിങ്ങനെ എഴുതാം. 7 raised to k plus 1 minus 7 into 3 raised to k plus 7 into 3 raised to k. 7 into 3 raised to k സബ്ട്രാക്ട് ചെയ്യുകയും ആഡ് ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് വാല്യൂവിന് വ്യത്യാസം വരുന്നില്ല. മൈനസ് 3 raised to k plus 1 വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി ഈ രണ്ട് ടേംസിലും 7 കോമൺ ആണ്. അപ്പോൾ നമുക്ക് 7 കോമൺ ആയിട്ട് എഴുതാൻ 7 into 7 raised to k minus 3 raised to k പ്ലസ് ഇവിടെ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് എന്താണ്? 3 raised to k കോമൺ ആണ്. 3 raised to k ഇൻറ്റു 7 മൈനസ് 3 എന്ന് വരും. 3 raised to k ഇൻറ്റു 3 ആണ് 3 raised to k പ്ലസ് 1 എന്ന് ഓർക്കുക. വിച്ച് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഈ സ്റ്റെപ്പ് ഓർത്തിരിക്കുക. 7 ഇൻറ്റു 3 raised to k നമ്മൾ ആഡ് ചെയ്യുകയും ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇനി 7 ഇൻറ്റു 7 raised to k മൈനസ് 3 raised to k എന്ന് പറയുന്നത് പി ഓഫ് കെ ആണ്. അത് 4ൻ്റെ മൾട്ടിപ്പിൾ ആണ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അത് 7 raised to k മൈനസ് 3 raised to k ഇൻറ്റു ഈക്വൽ ടു 4d എന്നാണ് നമ്മൾ എടുത്തത്. അപ്പോൾ 7 ഇൻറ്റു 4d പ്ലസ് 3 raised to k ഇൻറ്റു 7 മൈനസ് 3 എന്താണ്? 4 ആണ്. അതായത് ഈ രണ്ട് ടേമിലും 4 ഉണ്ട്. 4 ഇൻറ്റു 7d പ്ലസ് 3 raised to k എന്ന് കിട്ടും. അതായത് ഇത് 4ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. 4ൻ്റെ മൾട്ടിപ്പിൾ ആണല്ലോ. Therefore 7 raised to k plus 1 minus 3 raised to k plus 1 is divisible by 4. For p of k plus 1 is true. Please, p of k plus 1 is true. ഇനി p of k ട്രൂ ആണെങ്കിൽ p of k plus 1 ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. p of 1 ട്രൂ ആണെന്നും പ്രൂവ് ചെയ്തു. Therefore, by principle of mathematical induction, P of n is true for all n belongs to n. Okay.
അപ്പോൾ ഇതിനകത്ത് ഈ പ്രൂഫിനകത്ത് ഓർത്തിരിക്കേണ്ട സ്റ്റെപ്പ് ഇതാണ്. 7 × 3⁻k ഇവിടെ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് അറേഞ്ച്മെൻറ്റിന് വേണ്ടിയാണ്. നമുക്ക് ഈ 7⁻k - 3⁻kയുടെ വാല്യൂ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. അത് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇവിടെ ചെയ്യുന്നത്. അത് ഓർത്തിരിക്കുക. ഓക്കെ.